ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ലളിതാ പരമേശ്വരീ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ്. ധ്യാനധ്യാതൃധ്യേയരൂപ ധർമാധർമ്മ വിവർജിത. ഇവിടെ ധ്യാനമായിട്ടിരിക്കുന്നത് ദേവിയാണ്. ധ്യാനിക്കുന്ന നമ്മളിലെല്ലാം ദേവിയാണ് ചൈതന്യമായിട്ടിരിക്കുന്നത്. ധ്യാനിക്കപ്പെടുന്നതും ദേവിയെ തന്നെയാണ്. ഈ മൂന്നും ദേവി തന്നെയാണ് എന്നാണ് അർത്ഥം. ഈ മൂന്നവസ്ഥകളിലും ശോഭിക്കുന്നു ദേവി. ധർമ്മ അധർമ്മ വിവർജിത. ധർമ്മ അധർമ്മ വിവർജിത എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിലാണ് നമുക്ക് പുണ്യം നേടണം അങ്ങനെയുള്ള ചിന്തകളൊക്കെ. ദേവിയെ സംബന്ധിച്ച് മായയാണ്. അതുകൊണ്ട് ധർമാധർമ്മങ്ങളൊന്നും ഏശാത്ത ആളാണ് ദേവി. അടുത്തത് വിശ്വരൂപ ജാഗരിണി സ്വപന്തി തൈജസാത്മിക. വിശ്വരൂപ ദേവിയുടെ വിരാട് രൂപം. ജാഗരിണി എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗ്രതയോടുകൂടിയിരിക്കുന്ന അവസ്ഥ. സ്വപന്തി സ്വപ്നാവസ്ഥ. സ്വപ്നാവസ്ഥയിലും ജീവൻ ഉണ്ടായിരിക്കും. നമുക്ക് ലോകത്തെ അറിയാൻ കഴിയും. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും അറിയാൻ കഴിയുന്ന അവസ്ഥയിൽ തൈജസാത്മികയായി ഇരിക്കുന്ന ദേവിക്ക് നമസ്കാരം. അടുത്തത് സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത. സുപ്ത സുഷുപ്തിയിലിരിക്കുന്ന ദേവി, ഗാഢനിദ്രയിൽ ഇരിക്കുന്നു. പ്രാജ്ഞാത്മിക നിദ്രാവസ്ഥയിലെ ജീവൻ പ്രാജ്ഞനായിട്ടിരിക്കുക, ജീവനായിട്ടിരിക്കുന്നു. തുര്യ ആനന്ദാവസ്ഥയായ തുര്യത്തിൽ ഇരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗികളാണ് ഇതെല്ലാം, ഈ അവസ്ഥകളൊക്കെ അനുഭവിക്കുന്നത്. സമാധിയിൽ അവർ ബ്രഹ്മത്തെ അനുഭവിക്കുന്നു എന്നാണ് പറയുക. സർവാവസ്ഥാ വിവർജിത എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥകളെയെല്ലാം കടന്നുപോയവൾ ആണ് ദേവി. സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി. സൃഷ്ടിക്ക് മുഴുവൻ കർത്താവായിട്ടുള്ള ദേവി, ബ്രഹ്മാവിൻ്റെ രൂപത്തോടുകൂടി ഇരിക്കുന്ന ദേവി എന്ന് പറഞ്ഞാൽ സൃഷ്ടി ചെയ്യാൻ വേണ്ടി ബ്രഹ്മാവിന് ശക്തി കൊടുക്കുന്നത് ദേവിയാണ്. ഗോപ്ത്രീ സൃഷ്ടിയുടെ രഹസ്യം സൂക്ഷിച്ച് ലോകരക്ഷ ചെയ്യുന്ന ദേവി. ഗോവിന്ദരൂപിണി പരിപാലനത്തിനായി വിഷ്ണു രൂപം ധരിച്ച ദേവി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് ശക്തി കൊടുക്കുന്നത് ദേവിയാണ്. അടുത്തത് സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി. ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരകർത്താവായിട്ട്, സംഹാരത്തിനായി രുദ്രരൂപം ധരിച്ചു എന്ന് പറഞ്ഞാൽ രുദ്രന് ശക്തി കൊടുക്കുന്നത് ദേവിയാണ്. തിരോധാനകരീശ്വരി പ്രപഞ്ചവസ്തുക്കളെ പരമാണുരൂപമായി പ്രകൃതിയിൽ ലയിപ്പിക്കുന്ന തിരോധാനമാണ് പറയുന്നത്. അത് ഉണ്ടാക്കാൻ ശക്തിയുള്ള ആളാണ് ദേവി. സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ. തിരോധാനത്തെ ചെയ്യുന്ന ഈശ്വരിയായിട്ടിരിക്കുക. തിരോധാനം ചെയ്ത് വീണ്ടും പ്രപഞ്ചത്തിൽ അതിനെ സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് കൊണ്ടുവരുന്ന സദാശിവനായിട്ട് പ്രവർത്തിക്കുക.
ഈ പ്രക്രിയകൾക്കൊക്കെ അനുഗ്രഹ ശക്തിയായിട്ട് ദേവി നിൽക്കുന്നു. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങളെ അനുഷ്ഠിക്കുന്നതുമായ ദേവിക്ക് നമസ്കാരം. ഈ പഞ്ചകൃത്യങ്ങൾ ദേവി ഇങ്ങനെ അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. ഓം ലളിതാംബികേ നമഃ.